ആർ.പി. ധർമ്മസ്ഥല പ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു മൊഴി വരികയാണ്. അതായത് ഒരു നിലപാട് മാറ്റം. സുജാത ഭട്ട് എന്ന ഒരു വയോധികയായ സ്ത്രീയുടെ മകളെ കാണാനില്ല എന്ന ഒരു വാർത്ത ചുവട് പിടിച്ചാണ് ആ മഹാക്ഷേത്രത്തിനെതിരെ ഇത്രയധികം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്. ഇന്ന് സുജാത ഭട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു. അതെ, ഹാജരാകുന്നില്ല എന്ന് മാത്രമല്ല, തനിക്ക് അങ്ങനെ ഒരു മകളില്ലായിരുന്നുവെന്നും ആരോപണം അസത്യമാണ്. ഇതൊരു വലിയ വാർത്ത എന്നുള്ളതിനപ്പുറം ഇതൊരു വലിയൊരു നുണക്കഥ. ഒരാൾ ഒറ്റയ്ക്ക്, ഒരു സുജാത ഭട്ടോ അല്ലെങ്കിൽ ഒരു മനാഫോ അല്ല, ഇതൊരു വലിയ ഗൂഢാലോചന ഒന്നാകെ പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ ശരിക്കും പറഞ്ഞ കുമാരെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അഭിനന്ദിക്കണം. കാരണം കേരളത്തിൽ വളരെ ശക്തമായിട്ട് തുടക്കം മുതൽ ഇപ്പോൾ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സാറ്റലൈറ്റ് ചാനലുകൾ പോലും ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ ധർമ്മസ്ഥലയിലെ ഇതൊരു പൊളിക്കഥയാണ് എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളാണ്, നമ്മുടെ തത്വമയിയാണ്. അതിന് എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ടതുമാണ് അല്ലേ? പലരും കമൻറ്റ് വളരെ അസഭ്യവർഷം തന്നെ നിങ്ങൾക്കെതിരെ ഉണ്ടായി. തുടക്കത്തിൽ തന്നെ ഇതൊരു പൊളിക്കഥയാണ്, ഇതൊരു നുണക്കഥയാണ് എന്ന് പറഞ്ഞത്. നമ്മുടെ നിലപാട് ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ വളരെ അഭിനന്ദനം വേറൊന്നിനുമല്ല, ഇത് പൊളിക്കഥയാന്ന് പറഞ്ഞതുകൊണ്ടല്ല. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സത്യം കണ്ടെത്താൻ നമ്മൾ മറുവശത്തു നിന്ന് ഇത്രയും ശക്തമായി സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇത് നുണക്കഥയാണ് എന്നിവർക്ക് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത്തരം നരേറ്റീവ്സ് ഒക്കെ ഭാരതത്തിൽ പാസ്സാവും. കുറെ നാൾ ഇത് പോകുമ്പോഴത്തേക്കോ ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്ന ഏതോ അധോലോകമാണ് എന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടാവും. അതാണ് ഇവരുടെ ഉദ്ദേശം. അത് ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. അത് നിലനിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധർമ്മസ്ഥലയുടെ മുകളിൽ ചാപ്പ കുത്തപ്പെടും. ധർമ്മസ്ഥലയിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ചെന്നു കഴിഞ്ഞാൽ അവരെ പിടിച്ച് റേപ്പ് ചെയ്ത് അവരെ കൊന്നു കുഴിച്ചു മൂടാൻ ആൾക്കാർ രാക്ഷസന്മാരിയ്ക്കുന്ന ഒരു സ്ഥലം ആണ് ധർമ്മസ്ഥല എന്ന് ഉള്ള ഒരു ചാപ്പകുത്തൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കുറെ കാലം പോയി കഴിയുമ്പോൾ ഇത് അങ്ങ് സത്യമായിട്ട് അങ്ങ് മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് വളരെ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഏറ്റവും ശക്തമായ അന്വേഷണം. അതിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എത്രത്തോളം താല്പര്യം ഇതിലെടുക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിച്ചവരോടൊപ്പമാണ് നിന്നത്. ഇനിയും കർണാടക സർക്കാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നത് സ്ഥിതിക്ക് ഇനി എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇതിനെതിരെ ശക്തമായി അന്വേഷിക്കണം. അതിനു മുമ്പ് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. സുജാത ഭട്ട് എന്ന് പറയുന്ന അവർ CBIയിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് ആദ്യം അവകാശപ്പെട്ടത്. CBIയിൽ അങ്ങനെ ഒരാൾ ജോലി ചെയ്തിട്ടില്ല, കൽക്കട്ടയിൽ അങ്ങനെ ഒരാൾ ജോലി ചെയ്തിട്ടില്ല, ഇന്ത്യ ഒട്ടാകെ അങ്ങനെ ഒരാളില്ല എന്ന് ആദ്യം തന്നെ തെളിഞ്ഞാണ്. സുജാത ഭട്ടിൻ്റെ 17 വയസ്സുള്ള മകൾ അനന്യ ഭട്ട്, മെഡിക്കൽ വിദ്യാർത്ഥിനി, കൂട്ടമായിട്ട് ഗ്രൂപ്പായിട്ട് ധർമ്മസ്ഥലയിൽ പോവുകയും ആ ധർമ്മസ്ഥലയിൽ വെച്ച് അവർ കാണാതാകുകയും ചെയ്തു. അന്ന് പിന്നീട് അവരെ റേപ്പ് ചെയ്ത് കുഴിച്ചു മൂടിയതാണ് എന്നായിരുന്നു കഥ. ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകൾ തനിക്കില്ല എന്ന് തന്നെ സുജാത ഭട്ട് ഇന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് അവരുടെ അപ്പൂപ്പൻ്റെ ഒരു വസ്തു, അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, അവരുടെ അപ്പൂപ്പൻ്റെ വസ്തു ധർമ്മസ്ഥലയിലെ ക്ഷേത്ര അധികാരികളുടെ കയ്യിലുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ കഥയാണ്. ആ കഥ ഉണ്ടാക്കിയത് അവരല്ല, അവരോട് അങ്ങനെ ഒരു കഥയുണ്ടാക്കാൻ അവരെ അവിടുത്തെ ചില സാമൂഹിക പ്രവർത്തകർ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു പൊട്ടക്കഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 80 വയസ്സുള്ള ഒരു സ്ത്രീയുടെ അപ്പൂപ്പൻ്റെ ഭൂമി അവർക്കിപ്പോഴാണോ അത് പിടിക്കാൻ തോന്നുന്നത്? ഇനി അത് പിടിച്ചാൽ ഇങ്ങനെ ഒരു കള്ളക്കഥയുണ്ടാക്കി ധർമ്മസ്ഥലയിലെ അധികാരികളെ അല്ലെങ്കിൽ ക്ഷേത്രാധികാരികളെ അവരെ താറടിച്ചതുകൊണ്ട് ഈ ഭൂമി തിരിച്ചു കിട്ടുമോ? അപ്പം ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് വേറെ എന്തോ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കപ്പെടേണ്ടത്. സുജാത ഭട്ട് ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഭീഷണിക്ക് വഴങ്ങിയാണ് താൻ ഇത്രയധികം കാര്യം പറഞ്ഞത്. ശക്തമായ ഒരു അന്വേഷണം വരുന്നു. ഇന്ന് അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരുന്നതാണ്. അതെ. ആ ഒരു ഘട്ടത്തിലാണ് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ലാതെയാണ് ഇപ്പോൾ ഈ സത്യം പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു നന്മമരം മനാഫിന്റെ പേര് കൂടെ നമ്മുടെ മനാഫിനെതിരെ തീർച്ചയായിട്ടും അന്വേഷണം വേണം. മനാഫിനെതിരെ അന്വേഷണം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിന് തുനിഞ്ഞിറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനാഫിന് എന്താണ്
ധർമ്മസ്ഥലയിൽ കാര്യം. മനാഫ് മാത്രമല്ലല്ലോ, നിങ്ങൾ ആരെയോ കോഴിക്കോട് വിളിച്ചപ്പോൾ അവരും ചോദിച്ചില്ലേ? അതെ, മനാഫ് ഉണ്ടാക്കിയ ആക്ഷൻ കമ്മിറ്റിയുടെ സുഹൃത്ത് തന്നെയാണ് ഫോൺ എടുത്തത്. എന്തായിരുന്നു അയാൾ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പരിചയത്തിലുള്ള മിസ്സിംഗ് കേസുകളുടെ എല്ലാം വിവരങ്ങൾ തരാനാണ് ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഞാൻ അതിന്റെ ഒരു പ്രവർത്തകനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം അതിന് സംഭാവന വല്ലതും വേണോ, അല്ല പണവും ഫണ്ടിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ഇവർ പറയുന്നത്. അതാണ്, പണം ഒരു പ്രശ്നമല്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ധർമ്മസ്ഥലയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു നഗരം, ഇപ്പം അവിടെ ഒരു ഹിന്ദു ജൈന പാരമ്പര്യമുള്ള ഒരു നഗരമാണ് ധർമ്മസ്ഥല. ഞാൻ ആദ്യമായിട്ട് ധർമ്മസ്ഥലയിൽ പോകുന്നത് 1988-ലാണ്. എനിക്ക് എൻ്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. വളരെ വൃത്തിയുള്ള തെരുവുകൾ, വളരെ ഭംഗിയുള്ള ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ പിടിച്ചുപറിയില്ല. നമുക്കിഷ്ടമുള്ളത് അവിടെ സമർപ്പിക്കാം, നന്നായി സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളവിടെ കൂട്ടുകാരൊത്തി ഞങ്ങൾ പോയി. ഞങ്ങളവിടെ ഒരു 500 രൂപ ഞങ്ങൾ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നല്ല വൃത്തിയുള്ള റൂമിലാണ് ലോഡ്ജിൽ താമസിച്ചത്. അന്ന് കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയം. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ ഈ 500 രൂപ അവർ ഞങ്ങൾക്ക് തിരിച്ചു തരികയാണ് ചെയ്തത്. അത് ഡെപ്പോസിറ്റാണ്, നിങ്ങൾക്ക് ഫ്രീ ആണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തെ താറടിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി കോഴിക്കോടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ മാധ്യമങ്ങൾ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ ഇത് എനിക്ക് തോന്നുന്നത്, നമുക്ക് പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രമാണ് ഇത് സംബന്ധിച്ച് ഒരു വാർത്തയെങ്കിലും കണ്ടത്. ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ ഇത് ധർമ്മസ്ഥലയിലെ ഈ കഥ കഥയാണ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരെങ്കിലും പറയുമെന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ധർമ്മസ്ഥലയിലേക്ക് മൈക്കോളറും ക്യാമറയുമായിട്ട് ഓടിയ ആൾക്കാരുണ്ട് ഇവിടെ, മറ്റ് ചാനലുകൾ. ഒരക്ഷരം ഇതുവരെ പറഞ്ഞില്ല. തെറ്റാണ് സംഭവിച്ചതെങ്കിൽ തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ആർജവം ഉണ്ടാവണ്ടേ? ഇതിപ്പോൾ ഹിന്ദു ഓർഗനൈസേഷനാണ്, ഹിന്ദു നഗരമാണ്, ഹിന്ദു ക്ഷേത്രമാണ് എങ്കിൽ ആക്രമണം ഒരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ അവരെ എങ്ങനെയും താറടിക്കാം എന്നുള്ള ഒരു രീതിയുണ്ട്. ആ രീതിക്കെതിരെയാണ് നമ്മൾ സമ്മർദ്ദം ചെലുത്തിയത്. തീർച്ചയായിട്ടും അതുപോലെ സമ്മർദ്ദം കർണാടകത്തിൽ ഇന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കിത് സമ്മതിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും ഈ ഒരു കാര്യം സമ്മതിക്കാൻ പോകുന്നില്ല. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷം, അതായത് BJP MLA-മാർ ആരോപിക്കുന്നത് ഈ ദുരാരോപണങ്ങൾക്ക് പിന്നിൽ കേരള സർക്കാരാണ് എന്നാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു. ഇത് എന്തായിരിക്കാം ഈ ഒരു താല്പര്യം? കേരള സർക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ പൊതുവെയുള്ള ഒരു ഹൈന്ദവ വിരുദ്ധ വികാരം ഇവിടുത്തെ മാധ്യമങ്ങൾക്കിടയിലും ഇവിടുത്തെ സോക്കോൾഡ് ജിഹാദി കമ്മ്യൂണിസ്റ്റ് നെറ്റ്വർക്കിലും ഉണ്ട്. ഒരു നെക്സസ് ഉണ്ട്, നമ്മൾ പണ്ടേ പറയുന്നതാണ്. ഈ ഒരു നെക്സസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പോലും അറിയാതെ ജിഹാദികൾ കമ്മ്യൂണിസ്റ്റുകാരെ ഉപയോഗിക്കുന്നത് ഹിന്ദു വിരുദ്ധത ഇവിടെ നടപ്പാക്കാനാണ്. അത് കുത്തുകൊണ്ട് SDPI-ക്കാരുടെ കുത്തുകൊണ്ട് മരിച്ച അഭിമന്യു പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് അഭിമന്യുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അത് വേറൊരു കാര്യം. പക്ഷേ ഇത് പൊതുവെ ഇവർ ചെയ്യുന്ന അതാണ്. ഈ ജിഹാദികളെന്ന് നമ്മൾ പറയുന്ന രാജ്യവിരുദ്ധർ കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുകയാണ്. അത് എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാവേണ്ടതാണ്. ഇനിയിപ്പോൾ അവരും ഡെസ്പറേറ്റ് ആയതുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന, പക്ഷേ ഇതുപോലുള്ള കുഴികളിൽ കൊണ്ട് ചാടിക്കും. ഇതിപ്പോൾ തീർന്നില്ലേ? ഒരു സ്ത്രീ പറയാം, എനിക്ക് അങ്ങനെ ഒരു മകളില്ല. മകളുണ്ടെങ്കിൽ അല്ലേ മകൾ പോവുകയും മകൾ റേപ്പ് ചെയ്യപ്പെടുകയും മകൾ കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു മകളില്ല, അത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരാളുകൂടെ ഉണ്ട്, കഥാപാത്രം. മുഖം മുഴുവൻ മൂടിയിട്ട് 13 സ്ഥലങ്ങളിൽ ആൾക്കാരെ കുഴിച്ചിട്ടെന്ന് പറയുകയും 50 ലക്ഷം രൂപ മുടക്കി, 50 ലക്ഷമോ 5 കോടി, 50-ലധികം അത്രയും കോടി രൂപ മുടക്കി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഈ പറയുന്ന 13-ൽ 11 സ്ഥലങ്ങളിലും കുഴിക്കുകയും ഒന്നും കിട്ടിയില്ല. അല്ലേ? എവിടോ ഒരു തലയോട്ടിയും ഒരു ഇത് കിട്ടിയപ്പോഴും മലയാള മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയായിരുന്നു. അതല്ല, ഈ തലയോട്ടി ഇയാൾ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അതല്ലാതെ ഒരു എല്ലിൻ കഷ്ണം പോലും കിട്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ ഓരോ മണിക്കൂർ ഇടവിട്ട് അവിടെ നിന്ന് അസ്ഥികൂടം കിട്ടിയെന്ന് ഇവിടുത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ അജണ്ടയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം ഈ പറയുന്നത് പോലെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ധർമ്മസ്ഥല വളരെ മോശം, വളരെ തെറ്റായ പ്രവണതകൾ നടക്കുന്ന ഒരു അധോലോകമാണ് അവിടെ. അതേപോലും അവിടെ പോകുന്ന ഒരാൾക്കും അത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞു. ഗുജറാത്ത് ഈ താമസിച്ച് ജോലി ചെയ്യുന്ന മലയാളികളോട് ചോദിച്ചാൽ മതി ഗുജറാത്തിനെ കുറിച്ച് പറയാൻ. ഇവിടെ പാർട്ടി ഓഫീസിലും ഈ പറയുന്ന സ്ഥലങ്ങളിലും ഇരിക്കുന്ന ആൾക്കാരാണ്
ഗുജറാത്തിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത്. ഗുജറാത്തിലുള്ള മലയാളികളോട് ചോദിക്കുക, അവർ രാഷ്ട്രീയ ഭേദമന്യേ പറയുമല്ലോ അവർക്ക് അവിടെ പ്രവർത്തിക്കാനും ജീവിക്കാനും ബിസിനസ് ചെയ്യാനുമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച്. അപ്പം ഇതൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ധർമ്മസ്ഥലം മോശമാണ്, അവിടെ എന്തൊക്കെയോ വലിയ പ്രേത നഗരമാണ്, അവിടെ ഈ പറയുന്ന പോലെ അധോലോകം ആണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പം അതിനുവേണ്ടിയാണ് അസ്ഥികൂടം ദാ കിട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഇവൻ ആരാണ്? ഇവനെക്കുറിച്ച് ഇവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുതെന്ന് കോടതി ഓർഡറുണ്ട്. ആ കോടതി ഓർഡർ എല്ലാവരും പാലിക്കേണ്ടതാണ്, നമ്മളും പാലിക്കേണ്ടതാണ്. പക്ഷെ അവനെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങളും അയാൾ ആരൊക്കെയാണെന്ന് ഇപ്പൊ അയാളുടെ നാട്ടുകാർ പറയുന്നുണ്ട്. ആ നാട്ടുകാരുടെ പറച്ചിലനുസരിച്ച് ഇയാൾക്ക് 3 ഭാര്യമാരുണ്ട്, ഇയാള് ലോണും ഒക്കെ ഇല്ലാതെ തിരിച്ചടയ്ക്കാതെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ രക്ഷപ്പെട്ട ആളാണ് എന്നൊക്കെ ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷെ പെർഫെക്റ്റ് ആയ ഇതുപോലൊരു കഥയുണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിർത്താൻ പറ്റിയ ആളാണ് ഈ മനുഷ്യനെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സാമ്പത്തിക ഞെരുക്കമുണ്ട്, ദുസ്വഭാവങ്ങളുണ്ട്, അയാളെ എങ്ങനെ വേണമെങ്കിലും പണം കാണിച്ച് അയാളെ വരുതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ് ഈ മനുഷ്യൻ. അതുകൊണ്ടാണ് അവനെ പിടിച്ച് മുമ്പിൽ മാസ്കും ഒക്കെ കെട്ടി ഇരുത്തിയത്. ഇവനാണ് പറഞ്ഞ 13 സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. 11 കുഴിച്ചു, 11 കൂടുതൽ കുഴിച്ചോ എന്ന് എനിക്കറിയില്ല. 11 എന്തായാലും ഓഗസ്റ്റ് ആദ്യ വാരം വരെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. 11 സ്ഥലങ്ങളിലും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ നടക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മസ്ഥലയിലെ ഈ പറയുന്ന ക്ഷേത്രാധികാരികൾ ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കും ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന വ്യക്തിക്കും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച 2 NGO പ്രവർത്തകരുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇവരെ ഈ കഥ പറയാൻ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഒരാളുടെ പേര് ഗിരീഷ് മട്ടന്നവർ എന്നാണ്, മറ്റേ ആളുടെ പേര് ജയന്തി എന്നാണ്. പിന്നെ ഈ പറയുന്ന മുഖം മൂടി ഇട്ട് കള്ള പ്രചരണം നടത്തി അതിന് മുഖമായി മാറിയ വ്യക്തിയുണ്ട്, മനാഫിനെ പോലുള്ളവരുണ്ട്. ഇവന്മാരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഒരു സംശയവും ഇല്ല. ഈ മനാഫ് ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സുജാത ഭട്ട് എവിടെയാണുള്ളത്, അത് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് എന്ന് മനാഫ് പറയുകയാണ്. അപ്പോൾ ഇന്നിപ്പോ ഭീഷണി എന്നുകൂടി ഇത് വരുമ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ മുമ്പിൽ, കേന്ദ്ര ഏജൻസികളുടെ മുമ്പിൽ ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട്. അവരത് കൃത്യമായി ഉപയോഗിച്ച് ഈ ഗൂഢാലോചന തകർത്താൽ നല്ലത്. ഈ തകർത്തില്ലെങ്കിൽ ഇത് ഓക്കെ തീർന്നല്ലോ, കള്ളക്കഥ പൊളിഞ്ഞല്ലോ, ഇനിയും ധർമ്മസ്ഥലക്കെതിരെ ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചാൽ അടുത്ത കഥ അടുത്ത ഏതെങ്കിലും ഹിന്ദു സ്ഥാപനത്തിന് നേരെ വരും. കാരണം ഈ സിസ്റ്റം, ഈ ഒരു NGOമാരുടെയും ഈ പറയുന്ന ജിഹാദികളുടെയും ഈ നെറ്റ്വർക്ക് രാജ്യത്ത് വളരെ സജീവമാണ്. ഹൈന്ദവ വിരുദ്ധത ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ ഹിന്ദു ഓർഗനൈസേഷൻസ്, ഹിന്ദു ആശ്രമങ്ങൾ, ഹിന്ദു രീതികളൊന്നും ശരിയല്ല എന്ന് നമ്മളുടെ യുവതലമുറയും നമ്മളുടെ ആൾക്കാരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗൂഢാലോചന. എന്നാൽ മാത്രമല്ലേ നിലമൊരുക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നിലം ഉഴുതുമറിച്ച് അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നത്. ഇതിനൊക്കെ കാര്യമായ സാമ്പത്തിക സഹായമുണ്ട്. ഇപ്പം നിങ്ങളോട് തന്നെ വിളിച്ചു പറഞ്ഞ് നമുക്ക് സാമ്പത്തിക സഹായം ഒന്നും വേണ്ട, നിങ്ങൾ ആളുടെ പേര് തന്നാൽ മതി എന്നാണ്. അപ്പം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഈ മനാഫിന് കൃത്യമായ ബാംഗ്ലൂർ കണക്ഷൻസ് ഉണ്ട്, നേരത്തെ തന്നെ നമ്മളത് കണ്ടതാണ്. ഈ അവിചാരിതമായി നടന്ന ഒരു അപകടത്തെ പോലും അവിടുത്തെ സംവിധാനങ്ങളെ എതിർക്കാനുള്ള ഒരു ഉപാധിയായി അയാൾ ഉപയോഗിക്കും. മനാഫ് ആരുടെ ഏജന്റ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കണം. മനാഫിന്റെ ഈ കളിയിലെയും ഇതിനു മുമ്പ് മനാഫ് ചെയ്ത കാര്യങ്ങളിലെയും മനാഫിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്താണ് എന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അത് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഇത് അന്വേഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു കള്ളക്കഥയുണ്ടാക്കി ഞമ്മൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സുജാത ഭട്ടിനെ കൊണ്ട് ഇത്രയും വലിയൊരു കഥയൊക്കെ ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ, മാധ്യമങ്ങളെയും സമൂഹത്തെയും മുഴുവൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരാൾ രാവിലെ ചെയ്യില്ല അല്ലേ? ഒരു ലോറി ഉടമയായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമല്ല അത്. അതുകൊണ്ട് തന്നെ മനാഫ് എന്തിനാണ് ഇതിനെ ഇറങ്ങിത്തിരിച്ചത്, മനാഫിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം, എന്താണ് താല്പര്യം എന്നുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. എന്തായാലും തത്വമയി ഈ ഒരു നിലപാട് തുടക്കം മുതലേ എടുത്ത്, എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാധ്യമമോ സാറ്റലൈറ്റ് മാധ്യമമോ നമ്മൾ ആദ്യം ഇത് കള്ളക്കഥയാണ് എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന്. അതിനുശേഷമാണ് അത്തരം ചില ആൾക്കാർ, ചിലരെങ്കിലും അത് പറയാൻ തയ്യാറായത്. പക്ഷെ കേരളത്തിലെ മാധ്യമ സമൂഹം പൊതുവിൽ ധർമ്മസ്ഥലക്കെതിരെ എടുത്ത നിലപാടുകൾ വളരെ, ഒരാൾ പറയുക, സുജാത ഭട്ട് പറയുകയാണ്, ഞാൻ CBIയിൽ ജോലി ചെയ്ത ആളാണ്,
ഒരു വെരിഫിക്കേഷനും ഇല്ലാതെ ഒരു കൗണ്ടർ ചെക്കും ഇല്ലാതെ അത് ക്യാരി ചെയ്യാണ്. എനിക്ക് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകളുണ്ട്. അവൾക്ക് 17 വയസ്സായിരുന്നു. അവൾ MBBS വിദ്യാർത്ഥിയായിരുന്നു എന്ന് സുജാത ഭട്ട് പറഞ്ഞാൽ മതി, അതെല്ലാം റിപ്പോർട്ടാകുകയാണ്. അത് ഉടനെ തന്നെ അത് ലൈവായിട്ട് പോവുകയാണ്. ഇതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകന് പോലും ഒരു കൗണ്ടർ ചെക്ക് നടത്താൻ തോന്നിയില്ല. എത്ര ശോചനീയമാണ്, എത്ര ആഴമില്ലാത്തതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്നുള്ളതും കൂടി ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇത്രയും മണിക്കൂറുകൾ ലൈവ് ഷോയും ലൈവ് ഡിബേറ്റും ഒക്കെ നടത്തിയ വിഷയമാണ്. ആ വിഷയത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ പൊളിയാവുന്നതായിരുന്നു ഈ കഥ. എന്നിട്ട് പോലും അത് ചെയ്യാതെയാണ്, ഹിന്ദു വിരുദ്ധതയാണല്ലോ, എന്നാ കുശാലായി എന്നും പറഞ്ഞ് ഇത്രയും വലിയ പ്രചരണം ഇവരെ അഴിച്ചുവിട്ടത്. ഈ ഒരു മകളെ കാണാനില്ലാതെ വർഷങ്ങൾ കഴിയുമ്പോൾ അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവുമെന്നായിരിക്കും ഒരു അമ്മ വിചാരിക്കുക. ഇതിപ്പോൾ സുജാത ഭട്ട് ആദ്യം മുതലേ പറഞ്ഞത് ഇവന്മാര് കൊന്നു കുഴിച്ചിട്ടു എന്ന് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇതിനപ്പുറം വേറെയും പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരിയെ, ഈ സുജാത ഭട്ട് ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോൾ എന്നെയും കിഡ്നാപ്പ് ചെയ്തു, എന്നെയും ആക്രമിച്ചു, എന്നെയും ഞാനും ആശുപത്രിയിൽ 1 മാസം ബോധം കെട്ട് കിടന്നു. ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഒരു ഏജൻസി വന്ന് ഒരന്വേഷണം തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു അധികൃതർ വന്ന് ഒരു അന്വേഷണം തുടങ്ങിയാൽ അവർക്കിത് പൊളിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇടതടവില്ലാതെ ഇതാണ് സത്യമെന്നും പറഞ്ഞ് നമ്മളെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയില്ലേ? അവരിതൊന്ന് അന്വേഷിക്കണ്ടേ? ശരിക്കും ഈ സ്ത്രീ പറയുന്നത് സത്യമാണോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ? അല്ല, ഇപ്പൊ വെളിപ്പെടുത്തൽ വന്നിട്ട് പോലും ആ വാർത്ത പോലും കൊടുക്കുന്നില്ല. ഞങ്ങൾ തെറ്റാന്ന് ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. വളരെ ശോചനീയമാണ്, വളരെ ശോചനീയം. അവസാനമായി ഈ പറയുന്ന 9,000 വീഡിയോകളാണ്, യൂട്യൂബ് വീഡിയോകളാണ് ഈ ക്ഷേത്രത്തിനെതിരെ പ്രചരിപ്പിക്കപ്പെട്ടത്. അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഓൺലൈൻ അതിനെതിരെയും എനിക്ക് തോന്നുന്നു ആ കോടതിയുടെ ഉത്തരവിനെതിരെയും വീണ്ടും ഇവര് മേൽക്കോടതി പോയിട്ടുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുക്കാം എന്ന് വിചാരിക്കാം. പക്ഷെ കേരളത്തിലെ ഈ മാധ്യമ ഭീമന്മാരെ വിലക്കെടുക്കാൻ ചെറിയ തുകയൊന്നും പോരല്ലോ. ആരെയും വിലക്കെടുത്തിട്ടല്ല, അത് കുമാർ തെറ്റായിട്ട് ധരിക്കുന്ന. ഇപ്പൊ കുറച്ച് മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുക്കാൻ പറ്റും. കുറച്ച് ഫണ്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ധർമ്മസ്ഥലക്കെതിരെ ഒരു ഗംഭീര സംഭവം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ തരാൻ ഇന്ത്യക്ക് പുറത്ത് ആളുണ്ട്. ആ പൈസ മേടിക്കാം, കുറച്ച് സ്വയം മുക്കാം, ബാക്കി ഇതിനു വേണ്ടി എടുക്കാം. ഒരു ഹിന്ദു വിരുദ്ധ അജണ്ടയും പ്രചരണവും ഉണ്ടാക്കിയാൽ ഈ പറയുന്ന മാധ്യമ ഭീമന്മാർ അത് ഏറ്റെടുത്തോളൂവെന്നേ. അവരുടെ നിലപാടിനും അവരുടെ രീതികൾക്കും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും വളരെ ചേർന്നതാണ് ഇത് എന്ന് മാത്രം കാണിച്ചാൽ മതി. അല്ലാതെ ഇവര് ഈ മനാഫും ഒക്കെ ഇവിടുത്തെ സാറ്റലൈറ്റ് ചാനലുകൾക്ക് പൈസ കൊടുത്തിട്ടൊന്നും അല്ല അവരിത് ഏറ്റെടുക്കുന്നത്. ഹിന്ദു വിരുദ്ധതയാണോ? ഞങ്ങൾ ഏറ്റെടുക്കും. ഇവരിത് ഏറ്റെടുക്കുമെന്ന് കൃത്യമായ ബോധ്യം മറുവശത്തിനും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പൈസ കൊടുത്തിട്ടൊന്നും അല്ല ഈ മാധ്യമങ്ങളൊക്കെ ഇതിനു വേണ്ടി നിന്ന്. 9,000 വീഡിയോ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ചാനലുകൾ കൊടുത്ത മണിക്കൂറുകളുടെ ലൈവ് വാർത്തകൾ ചേരാതാണ് ഉള്ളത്, അത് കൂട്ടാതെ ഉള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം വലിയ നെറ്റ്വർക്കാണ് ഈ ഭാരതത്തിനുള്ളിൽ നമുക്കെതിരെ, അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ജനതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്ത് എങ്ങനെയും അന്തഛിദ്രം ഉണ്ടാക്കാനും, ഈ രാജ്യത്ത് എങ്ങനെയും ശിഥിലീകരണം ഉണ്ടാക്കാനും, ഈ രാജ്യത്ത് എങ്ങനെയും മതവൈര്യം ഉണ്ടാക്കി തെരുവുകൾ യുദ്ധക്കളങ്ങളാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് പല വഴിക്ക് പല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ശിഥിലീകരിക്കുക എന്നുള്ളത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഒരു കൂട്ടര് ധർമ്മസ്ഥലക്കെതിരെ പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും വലിയ ഗൂഢാലോചനയായിരുന്നു, കലാപമായിരുന്നു ലക്ഷ്യം. എന്തായാലും നടന്നില്ല. നമസ്കാരം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.